അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രോഗം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? സാധാരണഗതിയിൽ രോഗം സ്വപ്നങ്ങൾ കാണുമ്പം ഒട്ടുമിക്ക ആളുകളും അനുമാനത്തിൻ്റെ വ്യാഖ്യാനം കാണുന്നവരാണ് നമ്മളെല്ലാവരും. അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം പണ്ഡിത മഹത്തുക്കൾ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമാകുള്ളൂ. മറ്റതൊക്കെ അനുമാനത്തിൻ്റെ വ്യാഖ്യാനം, നമുക്ക് തോന്നിയ വ്യാഖ്യാനം അങ്ങനെ ആവുള്ളൂ. സ്വാഭാവികമായിട്ടും രോഗം എന്ന് പറയുമ്പം അത് പല രൂപത്തിലുമുണ്ട്. അപ്പോൾ വലിയ രോഗങ്ങളൊക്കെ ആകുമ്പോൾ മരണത്തിലേക്ക് കൂട്ടുക. അപ്പം മരണവും രോഗവും നല്ല അമേദ്യ ബന്ധവും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും രോഗം സ്വപ്നത്തിൽ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസവും വിഷമവും ഉണ്ടാക്കും. കാരണം അതിൻ്റെ വ്യാഖ്യാനം മരണം അല്ലെങ്കിൽ അസ്വസ്ഥത, നമുക്ക് പ്രയാസം ഉണ്ടായി കിടപ്പിലാവുക എന്നുള്ള ആ ഒരു രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളായിരിക്കും നമ്മൾ മിക്കവാറും അനുമാനത്തിൽ കണ്ടിരിക്കുക. എന്നാൽ മഹാനായ മുഹമ്മദ് അലി ഖുത്ബി എന്നവർ അവിടുത്തെ ദലീലുൽ ഹൈറാൻ ഫി തഫ്സീരിൽ അഹ്ലാം എന്ന് പറയുന്ന സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കിതാബിൻ്റെ 197 പേജിൽ മറലുൻ, രോഗത്തിനക്ക് ഒരു വ്യാഖ്യാനം അവിടെ പറയുന്നുള്ളൂ. പക്ഷെങ്കിൽ രോഗത്തിനക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് കേട്ടോ, 1, 2, 3 ഒന്നുമല്ല. കാര്യമായിട്ട് അതിൻ്റെ വ്യാഖ്യാനം, അതിന് കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു വ്യാഖ്യാനം ഉണ്ടാവും. പിന്നെ ശാഖാപരമായിട്ട് വേറെ ഒരുപാട് വ്യാഖ്യാനങ്ങളും കൊടുക്കും. പൊതുവെ അങ്ങനെ വ്യാഖ്യാനത്തിൻ്റെ ഒക്കെ ശൈലികൾ കാണാറുള്ളത്. മറലുൻ, രോഗം എന്ന് പറഞ്ഞാൽ ഹുവ ഫിൽ മനാമി നിഫാഖുൻ എന്നാണ്. അപ്പോൾ ഒരാൾ രോഗിയാകുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ കാപട്യം എന്നാണ്. മനസ്സിലായില്ലേ? കാപട്യം അത്ര നല്ലതല്ല, ശരിയാണ്. കാപട്യം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ലൊന്നും അല്ല. പക്ഷേങ്കിൽ നമ്മൾ കരുതിയ വ്യാഖ്യാനം അല്ല ഇതിൻ്റെ വ്യാഖ്യാനം എന്നാണ് നമ്മളിതുകൊണ്ട് അറിയിക്കുന്നത്. അല്ലാതെ വലിയൊരു നല്ലൊരു വ്യാഖ്യാനം എന്നല്ല. വ്യാഖ്യാനം അത്ര നല്ലതൊന്നുമല്ല. പക്ഷേങ്കിൽ നമ്മൾ അനുമാനം കൊണ്ട് കണ്ട വ്യാഖ്യാനം അല്ല അതിന് മഹാനവറുകൾ ഖുർആനിലുള്ളൊരു ആയത്താണ്. ആ ആയത്തിൻ്റെ വീക്ഷണ പ്രകാരമാണ് അങ്ങനെ നിഫാഖാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് മഹാനവർ കണ്ടതാണ്. ഈ സ്വപ്ന വ്യാഖ്യാനം ആണെങ്കിലും അതിൻ്റെ വ്യാഖ്യാതാക്കൾ ഖുർആനും ഹദീസും ഒക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ വ്യാഖ്യാനം പറയുക. അപ്പോൾ അൽ-ബഖറ സൂറത്തിലുള്ള 10ാമത്തെ ഒരു ആയത്തുണ്ട്, ഫീ ഖുലൂബിഹിം മറളുൻ എന്ന് പറയുന്ന ഒരു ആയത്ത്. അപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട് എന്ന് പറയുന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ പ്രകാരമാണ് ഹുവ ഫിൽ മനാമി നിഫാഖുൻ. ഉണ്ടോ? കാപട്യം ഹൃദയത്തിൽ ഉള്ളവരായിരിക്കും രോഗത്തെ സ്വപ്നം കാണുന്നവർ എന്നർത്ഥം കേട്ടോ. ഓക്കെ.